സാധാരണ ഇസ്ലാമിക ലോകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വാദമാണല്ലോ ഇസ്തിഗാസയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അത് നൂറ്റാണ്ടുകൾക്ക് കുറേ ശേഷം വന്നതാണ് എന്ന് സാധാരണ നമ്മൾ പണ്ഡിത സദസ്സുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും അതിൽ നമ്മൾ പ്രാമാണികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയും സംബന്ധിച്ച് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏലം നീ ഉറപ്പിക്കണം. ഏലം എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിക്കണം. ഇൽമു അൽ ഇത്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖി. അതാണല്ലോ ഏലം എന്ന് പറഞ്ഞാൽ ഇൽമണം എന്ന് ഉറപ്പിക്കണം, വന്നണം എന്നല്ല. അപ്പോൾ ഉറപ്പിക്കണം. അന്നഹു നിശ്ചയമായും യജൂസു വയസ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വതശഫഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കൽ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ഒരു വിഷയം. ഒരാൾ കഅബയെ തവസ്സുലാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? കഅബയുടെ ബഹുമാനം കണക്കിലെടുത്ത് കഅബയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എൻ്റെ ദോഷം വെക്കണേ എന്ന് പറയാം. ഹജ്ജിനൊന്നും അങ്ങനെ പറയാം, അല്ലെങ്കിൽ കഅബയിൽ പോകുന്നതിനെ. അപ്പോൾ കഅബയെ തവസ്സുലാക്കുക, നബിയെ തവസ്സുലാക്കുക. കഅബയെ കാണുമ്പോൾ ബഹുമാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ബന്ധത്തിലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം കണക്കിലെടുത്ത് ദോഷം വെക്കണേ എന്ന് പറയാം. ഉദാഹരണത്തിന് തവസ്സുൽ. അതുപോലെ അന്നഹു യജൂസു വയസ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു. ഇസ്തിഗാസ തന്നെ നബികളോട് സഹായം തേടുക. ഏറ്റവും വലിയ സഹായം കിട്ടേണ്ടതിനാ ദോഷം പൊത്തിട്ടാൻ വേണ്ടി നല്ലൊരു സുഖത്ത് കിടക്കുക. അപ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് അത് അവലും ജാവും തെറ്റ് ചെയ്തവൻ നബിയെ തങ്ങളുടെ വരട്ടെ. തെറ്റ് ചെയ്തവനെ റസൂലുള്ളാഹി വരുന്നത് തെറ്റുന്നതല്ലേ? അല്ലാഹ് പറയാൻ അല്ലാഹ് തീരുമാനത്തെ അവനെ നമുക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അല്ലാഹ് തീരുമാനം കാലത്ത് മുമ്പിനാവോ? നമുക്കാണെങ്കിൽ മുഅ്മിൻ അല്ല മുഅ്മിനത്തിൻ ഇദാ അല്ലാഹു റസൂലു അമർ അയ്യകുലഹു ഖിയറത്തുൻ അംരിഹിം അങ്ങനല്ലേ? ഒരു ചോയ്സില്ല പിന്നെ. അല്ലാഹ് പറയാണ് ജാവു തങ്ങളുടെ വരട്ടെ, തങ്ങളുടെ വരട്ടെ. അവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാവു ഫസ്തഗ്ഫിറുല്ലാഹ്. ജാവു കാന സ്ഥലത്ത് വഫാത്തിന് മുമ്പ് വരട്ടെന്നില്ല, ശേഷം വരട്ടെന്നില്ല. അവിടെ എപ്പോഴും പറയാം ജാവു തങ്ങളുടെ വരട്ടെ. എന്നിട്ടോ ഫസ്തഗ്ഫിറുല്ലാഹ് തങ്ങളുടെ വന്നിട്ട് അല്ലാഹുവോട് മാപ്പി ചോദിക്കട്ടെ. അതിന്റെ അല്ലാഹു തആല സ്ഥലകാലതീതനല്ലേ? നല്ലൊരു തീരുമാനമാണ്. റസൂലുള്ളാഹി എൻ്റെ ഹബീബ് എൻ്റെ റസൂലിന്റെ വരട്ടെ എന്ന് പറയട്ടെ. ജാവു ഫസ്തഗ്ഫിറുല്ലാഹ് എൻ്റെ അവിടെ അല്ലാഹുവോട് മാപ്പി ചോദിക്കട്ടെ. പിന്നെ ജാവുക്ക് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അർത്ഥം. അല്ല എനിക്ക് സുഖം ഉസ്താദേ, എന്നാൽ പിന്നെ നീ ഒരു ഡോക്ടറെ സമീപിക്കണം, ഡോക്ടറെ പോയിക്കോട്ടെ എന്നാ എൻ്റെ എന്താ? ഡോക്ടറെ പോയിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞതാണ്. അവിടെ ചെന്നിട്ട് ഡോക്ടർ പറയണ്ടേ എനിക്ക് ഇങ്ങനെ സുഖം പറയണ്ടേ? അതാണ് ആയത്തിന്റെ തഫ്സീൽ ഇബ്നു കസീർ പറഞ്ഞ വയസ്സലുഹും ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് റെക്കമെൻഡ് ചെയ്യാൻ നബി തങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യട്ടെ. അപ്പോൾ ഇതായി നബി തങ്ങളോട് തേടലായി. അതെ എനിക്ക് വേണ്ടി നബി തങ്ങൾ റെക്കമെൻഡ് ചോദിക്കണേ എന്ന് തേടലായി. അങ്ങനെ റെക്കമെൻഡ് ചോദിക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് റസൂൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തുകയും ചെയ്യട്ടെ. അങ്ങനെ വന്നാൽ വജദുല്ലാഹു തബാറക റഹീമ അല്ലാഹു തആല ദോഷം പുറത്തുനായി എത്തിക്കാൻ കഴിയും. ഈ ആയത്താണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബൂ ജഅഫർ അൽ മൻസൂർ എന്ന ഗവർണർക്ക് ഓതി കൊടുക്കുന്നത് എന്തിന്? വലിസ്തഖ്ബിൽഹു വസ്തശ്ഫീഹി നബി തങ്ങളോട് ശഫാഅത്ത് തേടൂ എന്നൊരു തെളിവ് പറയുന്ന ആയത്താണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കൊണ്ട് തെളിയാണ് നബി തങ്ങളോട് ശഫാഅത്ത് തേടണം. അത് മാലിക് ഇമാമിനെ പോലത്തെ സലഫിൽപ്പെട്ട ഇമാമികൾ വിശദീകരിക്കുകയാണ്. അത് എല്ലാവരും അംഗീകരിക്കുകയാണ്, ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദീനയിൽ പോലും നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി സലാം പറയുമ്പോൾ ചുമന്റെ മേലെ നബി തങ്ങളോട് ശഫാഅത്ത് തേടുന്ന പദ്യം എഴുതി വെച്ചത് ഇപ്പോഴും കാണുകയാണ്. അപ്പോൾ ലോക മുസ്ലിംകൾ മുഴുവനും അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താ സംശയം വേണ്ടത്? ഇലമനഹു യജൂസു വയസ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വതശഫഉ നബി തങ്ങളോട് ശഫാഅത്ത് തേടുക, നബി തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടി പറയാം ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനവറുകൾ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ജവാസുഹു വയസ്റുഹു മിനൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീനിൻ അൽ മഅറൂഫതി മിൻ ഫിൽ അംബിയാഇ വൽ മുർസലീൻ. എല്ലാ അംബിയാക്കളും മുസ്ലിങ്ങളും അതുപോലെ എല്ലാ മഹാന്മാരും ചെയ്തു വന്ന ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത വിഷയമാണ് എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ ഇത് ഉറപ്പിക്കണം നമ്മൾ. അതേസമയത്ത് അതിന്റെ വിരുദ്ധമായ ചില വാചകങ്ങൾ ഇബ്നു തൈമിയ എന്ന പണ്ഡിതനിൽ നിന്ന് വന്നു എന്നാണ് നേരത്തെ നമ്മൾ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം നിന്ന് കേട്ടത്. അത് ഇമാം സുബ്കിയും അവിടെ ഉണർത്തുന്നുണ്ട്. അതിനെപ്പറ്റി ഇമാം സുബ്കി പറയാണ് വബതദഅ മാലം യസ്ബിഖുഹു. അതെ, അദ്ദേഹത്തിന് മുമ്പ് ആരും പറയാത്തൊരു പുതിയ ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് അവിടെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാം. ഇമാം സുബ്കി അദ്ദേഹത്തിന്റെ കാലക്കാരനാണ്, ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ്, അദ്ദേഹം അത് ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് മസാലിക്കുൽ അൻസാർ എന്ന കിതാബുണ്ട്, അത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു പണ്ഡിതൻ എഴുതിയതാണ്. അതിൽ ഇബ്നു തൈമിയ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഇമാം സുബ്കി അതിനെക്കാളും പുകഴ്ത്തുന്നുണ്ട്. പുകഴ്ത്തിയിട്ട് പറയുന്നത് ഇമാം സുബ്കി ആരും ഇല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മദീന കാര്യമായി പോയിരുന്നു, ഇമാം സുബ്കി ഉള്ളതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അതേ കിതാബ് പറയുന്നത് അയാളൊന്നും ഒരിക്കലും എന്തല്ല ഇബ്നു തൈമിയുടെ വിരോധിയല്ല, പക്ഷപാതിയല്ല. അങ്ങനെ ചിലർ അതെ സുബ്കി പക്ഷപാതമായിരുന്നു, ഇബ്നു ഹജർ പക്ഷപാതമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷപാതത്തിന്റെ പിന്നെ ഇത്രയും പുകഴ്ത്തിയിട്ട് മസാലിക്കുൽ അൻസാർ പറയും. അദ്ദേഹം പറയുന്നത് സുബ്കി ഇമാം ഇല്ലായിരുന്നുവെങ്കിൽ അതെ ഇബ്നു തൈമിയക്ക് സംഭവിച്ച അബദ്ധം ചൂണ്ടിക്കാണിച്ച് ഇമാം സുബ്കി എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ മദീന ശരീഫിന്റെ കാര്യമായി പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആരും ഇബ്നു തൈമിയെ സംബന്ധിച്ച് മുൻഗാമികളായ ഇമാമിങ്ങൾ ആരും അവർ പക്ഷപാതിത്വപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് അബദ്ധം പറ്റാം, അദ്ദേഹത്തിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. അതിൽപ്പെട്ട ഒരബദ്ധമായിരിക്കാം ആ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരബദ്ധമായിരിക്കും. നമ്മൾ അബദ്ധത്തെ അല്ലല്ലോ പിന്തുടരേണ്ടത്, സുബദ്ധത്തെയല്ലേ പിന്തുടരേണ്ടത്. അതുകൊണ്ട് അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇബ്നു തൈമിയ വലിയ ആളാകുന്നു, വലിയ വിവരമുള്ള ആളാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. എത്ര വലിയ ഏത് ആനയും ചിലപ്പോൾ അടിതെറ്റിയാൽ ആനയും എന്താവുന്നേനു വീഴും എന്നാണ്.